രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഒഡീഷയിലെ 15 വയസ്സുള്ള ബാലികയെ 3 പേർ ചേർന്ന് തീ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ലജ്ജ തോന്നുന്നുവെന്നാണ് സുപ്രീം കോടതി പ്രതികരിച്ചത്. സുപ്രീം കോടതിയുടെ വനിതാ അഭിഭാഷകരുടെ കൂട്ടായ്മ രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്ത പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇങ്ങനെ പരാമർശം നടത്തിയത്. കൂടുതൽ പരിശോധിക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ഇത്തരം സംഭവങ്ങൾ ഈ കാലഘട്ടത്തിലും നടക്കുന്നത് ലജ്ജാകരമാണെന്നും സ്കൂൾ കുട്ടികൾ, ഗ്രാമങ്ങളിലെ കുട്ടികൾ, വീട്ടുജോലിക്കാർ ഇവരെയെല്ലാം ശാക്തീകരിക്കാനായി പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാഷണൽ ഫാമിലി ഹെൽത്ത് നടത്തിയ ഒരു സർവേയിൽ ഇന്ത്യയിലെ 29% സ്ത്രീകളും തൻ്റെ പാർട്ട്ണറിൽ നിന്ന് ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 18-നും 49-നും വയസ്സിനിടയിലുള്ള സ്ത്രീകളിലാണ് ഈ സർവേ നടത്തിയത്. അപ്പം ഭൂരിപക്ഷം സ്ത്രീകളും ഈ പീഡനം അനുഭവിക്കുന്നത് സ്വന്തം പങ്കാളിയിൽ നിന്ന് തന്നെയാണ്. സ്ത്രീകൾ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സന്ദർഭങ്ങളിലൊഴികെ മാതാപിതാക്കൾ പോലും പറയുന്നത് ഇതെല്ലാം സഹിച്ച് ജീവിക്കണമെന്നാണ്. കാരണം അവർക്ക് സമൂഹത്തെ ഭയമാണ്. വിവാഹം പവിത്രമായ ഒരു സങ്കല്പമെന്നാണ് വെപ്പ്. പക്ഷേ അതിൻ്റെ പേരിൽ എന്ത് അതിക്രമവും ആജീവനാന്തം നേരിടണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഭർത്താവ് മർദ്ദിച്ചതായി ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ അതിനുള്ള ആക്ഷൻ വന്നിരിക്കും. എന്നിട്ട് പോലും അവിടെയും പൂർണ്ണമായി അതിക്രമമൊന്നും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അവിടെയും ഇതൊക്കെയുണ്ട്. പക്ഷേ അവിടുത്തെ സ്ത്രീകളെല്ലാം തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി കൂടുതൽ ബോധവതികളാണ്. ഇന്ത്യയിലാകട്ടെ ഭർത്താവിന് ഭാര്യമാരെ വർദ്ധിക്കാൻ ഉള്ള അവകാശമുണ്ടെന്ന് കരുതുന്ന സ്ത്രീകൾ ഉണ്ട്. പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് നിയമം കർശനമാക്കിയതിലൂടെ മാത്രം ഇതൊന്നും തടയാൻ പറ്റില്ല. മറിച്ച് സ്ത്രീകൾ അതിക്രമം നേരിടുന്നു അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുണ്ട്, അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കേണ്ടത്. സ്ത്രീകൾക്ക് തുല്യ പരിഗണന നൽകണം എന്ന തോന്നൽ ഉളവാക്കുന്ന വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകേണ്ടതാണ്. പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്, എങ്കിലേ അടുത്ത തലമുറയെങ്കിലും നേരെയാവുകയുള്ളൂ എന്ന്. പക്ഷേ അതിനകത്ത് മറ്റൊരു വശമുണ്ട്. അതായത് കുട്ടികളെ ആരാണ് നേർവഴിയിലേക്ക് നയിക്കുന്നത്? അത് ടീച്ചർമാരാണ് കൂടുതലും, പിന്നെ പേരൻസ് ആണ്. അപ്പോൾ ഈ പേരൻസിനെയും ടീച്ചർമാരെയും എല്ലാത്തിനെയും നമ്മൾ ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ പ്രാക്ടിക്കലായിട്ട് സാധ്യമാവുകയുള്ളൂ. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച കാരണം ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലപ്പെടുന്നതുമൊക്കെ ആയിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം ദിനംപ്രതി കേരളത്തിലുമൊക്കെ കൂടി വരികയാണ്. അതുല്യയും വിഭജിക്കുകയൊക്കെയാണ് ഒടുവിലത്തെ ഉദാഹരണങ്ങൾ. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം തന്നെയാണ്. കാരണം ഒരു സ്ത്രീക്ക് വിവാഹബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഒരു കുറ്റവാളിയായി കാണുന്ന ഒരു സമൂഹവും കുടുംബവും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. സ്വന്തം നിലയിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്താൻ സ്ത്രീകൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. വീട്ടിൽ കാശുണ്ട്, വീട്ടിൽ സ്വത്തുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സ്വന്തം പേരിൽ സ്വത്തുണ്ടെങ്കിൽ പോലും കാര്യമില്ല, ബൈ ക്യാഷ് തന്നെ വേണം. കാശ് കയ്യിലിരുന്നാൽ മാത്രമേ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കൂ. എവിടെ നിന്നായാലും സ്വന്തമായിട്ടൊന്ന് പോയി നിൽക്കണം, ഒരു പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ പോലും കാശ് കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ഒരു പോക്കിന് നമുക്ക് ഒരു അടിസ്ഥാനം കിട്ടുകയുള്ളൂ. അല്ലാതെ മറ്റാരെങ്കിലും സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരും ഒരു പുതിയ ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കരുത്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും സ്ത്രീകൾക്ക് നേരെ ഇപ്പോഴും നടക്കുന്ന അതിക്രമങ്ങളൊക്കെ ലജ്ജാവഹമാണ്. 17-ാമത്തെ വയസ്സിൽ അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രായമൊക്കെ ഒന്ന് നോക്കണം. പെണ്ണുങ്ങളുടെ വിവാഹ പ്രായം വീട്ടുകാർ നടത്തിവിടുന്നത് 17 വയസ്സ്. കാരണം എന്താ, 18 എത്താൻ പാടില്ല. കാരണം പെണ്ണുങ്ങൾ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്. 18 എത്തിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിവാഹ പ്രായത്തിന് അങ്ങ് കൂടിപ്പോവും, ഡിമാൻഡ് കുറഞ്ഞു പോകും. 17-ാമത്തെ വയസ്സിൽ വിവാഹ നിശ്ചയം നടന്നത് മുതൽ ഈ ഹസ്ബൻഡ് അതുല്യയെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. ഫോൺ വിളിച്ചാൽ എടുക്കാൻ കുറച്ച് സെക്കൻഡുകൾ താമസിച്ചാൽ വയലൻ്റ് ആകും അത്രേ. അപ്പം തന്നെ ഇവൻ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൂടായിരുന്നു. എന്നിട്ട് 19-ാമത്തെ വയസ്സിലാണ് അതുല്യയുടെ വിവാഹം കഴിഞ്ഞത്. 2 വർഷം സമയമുണ്ടായിരുന്നു ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ. പക്ഷെ ചെയ്തില്ല. മാതാപിതാക്കളെ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു നിശ്ചയം നടത്തിയിട്ട് വിവാഹം നടത്താതെ ഇരുന്നു കഴിഞ്ഞാൽ സമൂഹം എന്ത് പറയും? കുറ്റപ്പെടുത്തത്തില്ലേ അവരെ? 19-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ ശേഷം അതുല്യ ഇപ്പോൾ മരിക്കുമ്പോൾ പ്രായം 30. അതായത് 11 വർഷമാണ് പീഡനം സഹിക്കേണ്ടി വന്നത്. അത് അതിക്രൂരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ. ജോലിക്ക് വിടില്ല, വീട്ടുകാരോടോ കൂട്ടുകാരോടോ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇനി അവൻ ജോലിക്ക് പോകുമ്പോൾ വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് പോകും. അവൻ്റെ ഷൂ ഒക്കെ തുടച്ചു കൊടുക്കണം, ഹാൻഡ് കർച്ചീഫ് വരെ കഴുകി കൊടുക്കണം. അപ്പോൾ ഈ ഹാൻഡ് കർച്ചീഫ് കഴുകുന്നത് ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയാൽ ഹാൻഡ് കർച്ചീഫ് വാഷ് ബേസിനിലിട്ട് കഴുകിയിട്ട് അതെടുത്ത് അതുല്യയുടെ മുഖത്ത് തുടയ്ക്കും. ഇതൊക്കെയായിരുന്നു അവിടെ നടന്നിരുന്ന കലാപരിപാടികൾ. മദ്യപാനം, അമിത മദ്യപാനം, അവൻ്റെ മൂത്രം വരെ കുടിപ്പിക്കുമായിരുന്നു.
ജനിച്ച കുട്ടി പെണ്ണായതിൻ്റെ പേരിലും പീഡനം. ഇത്രയും കാരണങ്ങൾ ഉണ്ടായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം പോരായിരുന്നു ആ വിവാഹബന്ധം അവസാനിപ്പിച്ച് അവിടെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ? പക്ഷേ ചെയ്തില്ല. അതും തീർച്ചയായിട്ടും നമുക്ക് മാതാപിതാക്കളെ കുറ്റം പറയാനേ പറ്റില്ല. കാരണം വിവാഹം കഴിഞ്ഞൊരു പെണ്ണ് ഡിവോഴ്സായി വീട്ടിൽ വന്ന് നിന്നാൽ നാട്ടുകാരെന്തു പറയും? അതുല്യയുടെ മരണശേഷം അവിടെ നടന്ന അതിക്രൂര പീഡനങ്ങളെ പറ്റി അച്ഛനും അമ്മയും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഈ പീഡനം നടന്ന സമയത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ ശക്തമായ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ അതുല്യ ഇന്നും ജീവനോടെ ഉണ്ടായേനെ. അപ്പോൾ ആ സൈക്കോ ക്രിമിനൽ സതീഷ് മാത്രമല്ല കുറ്റക്കാർ, ഇവർ ഓരോരുത്തരുമാണ്. വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അസഹനീയമായ ഒരു ബന്ധത്തിൽ തുടരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ സമൂഹമാണ്, ഇവിടുത്തെ നടപടിക്രമങ്ങളാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പൊരുതി ഒരു ഡിവോഴ്സിലേക്ക് എത്താൻ നടക്കില്ല. വളരെ കഷ്ടപ്പെട്ടാണ്. പ്രാക്ടിക്കലി നടക്കില്ല. തിയറിറ്റിക്കലി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് നടക്കുന്ന കാര്യമേ അല്ല. എത്ര കാലം അവൾ കോടതി കയറി ഇറങ്ങണം? അത് ഓർക്കുമ്പോൾ ഈ സൈക്കോകളുടെ കൂടെ കടിച്ചു തൂങ്ങി അങ്ങ് കിടക്കും. സത്യത്തിൽ ഒരു സ്ത്രീക്ക് വിവാഹബന്ധം വേണ്ട എന്ന് തോന്നിയാൽ അപ്പോൾ അവസാനിക്കുന്ന തരത്തിൽ നിയമങ്ങളൊക്കെ മാറ്റി എഴുതണം. അങ്ങനെ വേണം സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, ഒരു ഇക്വാലിറ്റി കൊടുക്കാനായിട്ട്. നല്ല വിദ്യാഭ്യാസം നേടാനും അവൾ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടാനും ഒക്കെയുള്ള സഹായം മാത്രമേ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. വിവാഹം കഴിപ്പിക്കാനൊന്നും ഒരു മാതാപിതാക്കൾ മുതിരേണ്ടതില്ല. ആണുങ്ങളെ അങ്ങനെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിക്കുന്ന പതിവില്ലല്ലോ. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ആയിക്കൂടാ? അതുല്യയുടെ മകൾ ആ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആ കുട്ടിയും 18 വയസ്സ് തികയുമ്പോഴത്തേക്ക് ആരുടെയെങ്കിലും തലയിൽ വെച്ച് കിട്ടും. അതിനാൽ സർക്കാർ ഈ കാര്യത്തിൽ കാര്യമായി തന്നെ ഇടപെടണം. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവളെ നല്ല രീതിയിൽ വളർത്തി ജോലി സമ്പാദിക്കുന്ന തരത്തിലേക്ക്, വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലാതെ വീട്ടുകാർക്ക് വേണ്ടി ഒരു ബന്ധത്തിൻ്റെ പേരിൽ, അപ്പൂപ്പനാണ് അമ്മൂമ്മയാണ്, ഈ ടൈപ്പ് ബന്ധങ്ങളുടെ പേരിൽ അവളെ വിട്ടു കൊടുക്കരുത്. ഈ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഇപ്പം പറയുന്ന വലിയൊരു സംഭവമുണ്ട്, അവൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം ഇതിനേക്കാൾ കൊടിയ പീഡനങ്ങളാണ് അവൾ ഇത്രയും കാലം അനുഭവിച്ചതെന്ന്. നാണമില്ല ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത്രയും കാലം ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കാൻ അവളെ വിട്ടുകൊടുക്കുകയായിരുന്നു ഇവൻ്റെയൊക്കെ പണി. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു അമ്മ 3 വയസ്സുള്ള കുട്ടിയുമായി പുഴയിൽ ചാടി മരിച്ചു. എത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഒരു വാർത്താ പ്രാധാന്യമുള്ള സംഭവം പോലും അല്ലാതായി മാറി. വിഭജിക, വിസ്മയ, ഉത്തര, എത്ര പേരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ മരണമടഞ്ഞത് ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി. അതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, നാട്ടുകാരെന്ത് കരുതും എന്ന് കരുതി വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ. ഭയങ്കര കരുതലാണല്ലോ ഈ വീട്ടുകാർക്ക്. സത്യത്തിൽ ഈ വീട്ടുകാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് അടിക്കുള്ളിലാക്കേണ്ടത്. ഏതെങ്കിലും വീട്ടുകാരെ പിടിച്ച് അകത്തിടാതെ മറ്റു വീട്ടുകാർ മാറില്ല, എത്ര രക്തസാക്ഷികൾ ഉണ്ടായാലും. നാട്ടുകാരെന്ത് കരുതും എന്ന ചിന്തയിൽ നിന്ന് ജീവിതം തുലഞ്ഞുപോയ ആയിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് കേരളം. എന്തായാലും ഞാൻ അതുല്യയുടെ ചിത്രമൊന്നും ഇവിടെ ഇടാൻ പോകുന്നില്ല. സതീഷിൻ്റെ ചിത്രമാണ് ഇടുന്നത്. ആ ക്രിമിനലിൻ്റെ ചിത്രമാണ് നാട്ടുകാർ കാണേണ്ടത്. അവൻ്റെ ചിത്രം മാത്രമല്ല, സത്യത്തിൽ അതുല്യ, വിഭജിക, വിസ്മയ, ഉത്തര, ഇവരുടെ എല്ലാം വീട്ടുകാരുടെ ചിത്രമാണ് സത്യത്തിൽ ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. കാരണം ഇവരൊക്കെയാണ് യഥാർത്ഥ ക്രിമിനൽ. സെക്കൻഡറി ക്രിമിനൽസ്, മറഞ്ഞിരിക്കുന്ന ക്രിമിനലുകൾ ഇവരൊക്കെയാണ്. ഒരു ക്രിമിനലിൻ്റെ മുമ്പിലേക്ക് സ്വന്തം മകളെ ഇട്ടുകൊടുത്തിട്ട് തിരിച്ചൊന്ന് രക്ഷപ്പെടുത്താൻ മനസ്സ് കാണിക്കാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കൊലപ്പെടുത്തി കഴിയുമ്പോഴോ മുതലക്കണ്ണീരുമായി വരുന്ന ഈ വീട്ടുകാരുടെ ചിത്രങ്ങൾ വേണം ഇവിടെ ഉൾപ്പെടുത്താനായിട്ട്. അത് ചെയ്യുന്നില്ല, ചെയ്യാൻ നിർവാഹമില്ല.